ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, എല്ലാവരും പുതുവത്സരമൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പൊന്നുമക്കളെ, പലരും വിളിച്ചു, ഭർത്താവ് മദ്യപിച്ച് വന്നിരിക്കുന്നു ചേച്ചി, സങ്കടമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചവരുണ്ട്. ചേച്ചിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾ എന്ത് വിചാരിച്ചാലും മദ്യപിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് ആ വ്യക്തിക്ക് മോചനം കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുറേ വഴക്ക് പറഞ്ഞിട്ട് അപ്പോൾ ആ കേൾക്കുന്നത് ആരാണ്? അദ്ദേഹമല്ല, അദ്ദേഹത്തിലുള്ളൊരു ദുഷ്ടാരൂപി, മദ്യത്തിൻ്റെ ഒരു അരൂപി. അപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത്, കർത്താവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അവരോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ ഇടും എന്നോർത്ത് ഞാനത് ഇട്ടില്ല. എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, അവർ പറയുകയാണ്, ഒരിക്കൽ അവരുടെ ഒരു മകനൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു അത്രേ. ഇതുപോലെ ഭയങ്കര തടസ്സവും സഹനവും ഒക്കെ ആയിരുന്നു അത്രേ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. പിന്നീട് എനിക്കത് പറയാൻ ഞാനത് മറന്നുപോയി. ഇപ്പം ഞങ്ങളത് ചെയ്യാറുമില്ല. അതുകൊണ്ട് ഞാനത് മറന്നുപോയതാണ്. ഞങ്ങളത് ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ 2 ചെപ്പ് വയ്ക്കും ഞങ്ങൾ. അതിൽ ഒരു ചെപ്പിൻ്റെ പിന്നെ പുറകിലായിട്ട് പരിശുദ്ധ അമ്മ ഉണ്ണിയെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൽ ഒരു രൂപമുണ്ട് നമ്മുടെ വീട്ടിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഔസേപ്പ് പിതാവ് ജീസസ് മേരി ജോസഫ് നിൽക്കുന്ന ഒരു രൂപം അവിടെ വയ്ക്കും ഒരു ചെപ്പിൻ്റെ അടുത്ത്. മറ്റേ ചെപ്പിനടുത്ത് ഗീവർഗീസ് പുണ്യവാനെയും പിന്നെ അന്തോണിസ് പുണ്യവാനെയും വെച്ചോളൂ. അവർ 2 പേരുടെയും കൂടി ഫോട്ടോ വയ്ക്കുക. ഈ മറ്റേ ചെപ്പിനടുത്ത് 2 ചെപ്പ് അപ്പുറം ഇപ്പുറം വെച്ച് ഇവർ 2 പേരുടെയും അപ്പുറം ആ 2 ചെപ്പിൻ്റെയും ബാക്കിലായിട്ട് പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ ഈ ഫോട്ടോസ് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീസസ് മേരി ജോസഫ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയണം. വിശുദ്ധരെ പഠിപ്പിച്ചൊരു ലുത്തിനി ഒരു സുഹൃത ജപം എല്ലാവർക്കും അറിയാം. ജീസസ് മേരി ജോസഫ് ഐ ലവ് യു, സേവ് സോൾസ് എന്ന്. ഇത് ജീസസ് മേരി ജോസഫെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന്. അപ്പം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണത്രേ. അത് ഒരു പ്രാവശ്യം പറയുമ്പം 1000 അങ്ങാണ്ട് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കൂ, ജീസസ് മേരി ജോസഫ് ഐ ലവ് യു, സേവ് സോൾസ് എന്ന് പറയുക. എന്നിട്ട് പറയുക, ഇതാ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെ, ദുഷ്കർമ്മികൾ ഒരുക്കുന്ന കുരുക്കുകളെ, പിന്നെ ഞങ്ങളുടെ കുടുംബത്തേക്ക് കടന്നു വരുന്ന പൈശാചിക ബന്ധനങ്ങളെ, എന്താണോ അവിടെ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അതെല്ലാം പറയുക. എന്നിട്ട് ഈ വിശുദ്ധരോടും നിങ്ങൾ മാധ്യസ്ഥം ചോദിക്കുക. ആ മാധ്യസ്ഥം ചോദിച്ചിട്ട് ഈ 2 ചെപ്പിലും ഓരോ രൂപ വീതം ഇടുക, 1 രൂപ വീതം. അപ്പോൾ ഒരു മാസം 60 രൂപയും 30. ഈ 60 കൂടെ ഒരു 40 രൂപയും കൂടെ എൻ്റെ കുട്ടികൾ കൂട്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെ കൊണ്ടാണോ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം എന്ന് തോന്നുന്നത് ആ വ്യക്തിക്ക് ഒരു വിശുദ്ധ ബലിക്ക് പണടയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഈ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യാൻ. അവർ പറയുന്നു, എൻ്റെ ദൈവമേ, ഒരു വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. എൻ്റെ മകൻ്റെ വിസ നഷ്ടപ്പെട്ട് അവൻ ദുബായിൽ വളരെ വിഷമിക്കുകയായിരുന്നു. ഈ പ്രയർ ഞങ്ങൾ തുടങ്ങി, ഇത് ആ ഒരു മാസത്തിൻ്റെ എൻഡിൽ ഈ രൂപ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് വിശുദ്ധ ബലിക്ക് പണടച്ചു. അന്ന് അവനവിടെ വിസ അടിച്ച് കിട്ടിയെന്ന്. അതിനുശേഷം ഇന്ന് വരെ അവർ മുടക്കിയിട്ടില്ല. ഈ പ്രയർ എപ്പോഴും അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഓരോ രൂപ വീതം അവരാ ചെപ്പിലിട്ടുകൊണ്ടിരിക്കുന്നു അത്രേ. ഹല്ലേലൂയ. ഞങ്ങൾ കുറേ കാലം അങ്ങനെ ചെയ്തിരുന്നു. എൻ്റെ അനുജനും അനിയത്തിയും ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് ഇന്ന് 1-ാം തീയതി അല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിങ്ങനെ പിന്നെ അടച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരുന്നിരിക്കണം. ഇന്നിപ്പോൾ ഇവരുടെ ഈ മെസ്സേജ് കണ്ടപ്പോഴാണ്, എൻ്റെ കർത്താവേ, ഞാനത് ചെയ്യൽ വിട്ടിരുന്നല്ലോ എന്ന്. പക്ഷേ ഞാൻ കുർബാനയ്ക്ക് പണം അടയ്ക്കും കേട്ടോ മക്കളെ. എല്ലാ മാസം 1000 രൂപയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ കുർബാനയ്ക്ക് പണം അടയ്ക്കും. അതിൻ്റെ കൃപയാണ് ഞങ്ങളുടെ കുടുംബം വീഴാതെ ഈ നിലനിന്ന് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഹല്ലേലൂയ. അതെനിക്ക് പറയാൻ ഒരു വിഷമവും ഇല്ല. അത് ആവർത്തിക്കേണ്ടവർക്ക്, അത് ഫോളോ ചെയ്യേണ്ടവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് ഇന്ന് വരെ മുടക്കിയിട്ടില്ല.
ഞങ്ങൾക്ക് ഒരു മാസം ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഞാൻ ഇത്രമാത്രം ഗുളിക കഴിക്കുന്ന ഒരാളാണ്. ഹസ്ബൻഡിനും എനിക്കും വലിയൊരു തുക മരുന്നിന് തന്നെ വേണം. എങ്കിലും ഇതിനുള്ളത് ആദ്യം ഇവിടെ മാറ്റി വയ്ക്കും, ദൈവത്തിനുള്ളത് ആദ്യം മാറ്റി വയ്ക്കും, എന്നിട്ടേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതെൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് അനുവർത്തിക്ക്, എല്ലാവരും അത് പ്രായോഗികമാക്ക് എന്ന് ചേച്ചി പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളോട്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെയാണ് ചേച്ചി ഓരോ വചനം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ വെളിപാട് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഉൽപ്പത്തിയിലേക്ക് വന്നു. ഇപ്പോൾ ദേ സംഖ്യയുടെ അവിടെ എത്തി. അപ്പോൾ ഈ അവിടം വരെ പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് നമ്മളെ ചില നിയമങ്ങൾ 10 കൽപ്പന തന്നിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം, നിങ്ങൾ പാപം ചെയ്തു പോയാൽ എന്ത് വേണം, കുഷ്ഠരോഗികളാണെങ്കിൽ എന്ത് ചെയ്യണം, സ്രവം പെട്ടെന്ന് വരുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും അവിഹിത വേഴ്ചയിൽ ഏർപ്പെട്ടാൽ, അന്യ പുരുഷനോ സ്ത്രീയോ ആയിട്ടുള്ള ബന്ധപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം വന്നു വരുമ്പോൾ സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പുരോഹിതനോട് പറയാണ് നാസീർ വ്രതം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നീ എങ്ങനെ നീ ആവർത്തിക്കണം, എന്ത് ചെയ്യണം, മുടി വെട്ടണത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് മനോഹരമായിട്ട് അതിനകത്ത് പറയാണ്. ആ പറയുന്നതിൽ ഏറ്റവും അവസാനം തമ്പുരാൻ പറയാണ്, നിങ്ങളുടെ ജനത്തെ, പുരോഹിതനോട് പറയാണ്, ജനത്തെ നിങ്ങൾ അനുഗ്രഹിക്കണം. അതെങ്ങനെ അനുഗ്രഹിക്കാനാണ് പറയുന്നത്? സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം തിരുവാക്യം പറയാണ്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേട്ടു മക്കളെ? അപ്പോൾ നമുക്കെന്തെങ്കിലും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ വൈദികൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുക. നമ്മൾ പലരും പറഞ്ഞു കേൾക്കണ്ടാവും, പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവരുടെ അടുത്ത് ചെന്ന് അവരോടൊന്നൊരു പ്രാർത്ഥന ചോദിക്കുക, ഒരു കൈവെപ്പ് മേടിക്കുക. നമ്മൾ കർത്താവിനെയാണ് നോക്കുന്നത്. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പലതും പറഞ്ഞ് നമ്മൾ കേൾക്കും. നമ്മളതിനൊന്നും ചെവിക്കൊള്ളണ്ട. നമ്മൾ കർത്താവിലേക്ക് നോക്കുക. ഞാൻ ഈ ചെയ്യുന്നത് കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കുക. ഇവിടെ കണ്ടു അവരോട് പറയണത്, കർത്താവ് നിന്നെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, നിന്നിൽ പ്രസാദിക്കട്ടെ, കരുണ കാണിക്കട്ടെ, കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ എന്ന്. ഹല്ലേലൂയ. അത് നമ്മുടെ കുടുംബത്തേക്ക് വലിയൊരു സമാധാനത്തിൻ്റെ കൃപയായിട്ട് ഒഴുകി വരും. ഹല്ലേലൂയ. ആ വചനം ഒന്ന് എല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിലും കൈവച്ച് അങ്ങനെ ഒന്ന് പറഞ്ഞോളൂ. ആ സംഖ്യയുടെ പുസ്തകം 6-24 പറഞ്ഞിട്ട് അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വിദേശത്തെ വല്ലതൊക്കെ ആണെങ്കിൽ അവരുടെ ഫോട്ടോ വയ്ക്കുക. എന്നിട്ട് ആ ഫോട്ടോയുടെ മുകളിൽ നിങ്ങൾ കൈവച്ചിട്ട് ഒരു 33 കുരിശ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കുക. എന്നിട്ട് അവരുടെ മേലൊരു വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയും ചൊല്ലിയിട്ട് ഈ വചനം ഒന്ന് അങ്ങോട്ട് പറയേ എല്ലാ ദിവസവും. അതേപോലെ ഓരോ ചെപ്പ് വെച്ചിട്ട് പിന്നെ ആ കുട്ടി പറഞ്ഞില്ലേ, ഞങ്ങളത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് ഞങ്ങൾ കണ്ടതെന്ന്. അതുപോലെ എൻ്റെ കുട്ടികൾ ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വചനം പറയാണ്, ഇപ്പം നമുക്ക് എല്ലാ വീടുകളിലും ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒക്കെ ഏകദേശം കാണുമ്പോൾ കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാ വീടുകളിലും രോഗങ്ങളാണ്, എല്ലാവർക്കും സഹനാണ്, എല്ലാവരും വിഷമിക്കുകയാണ്. അങ്ങനെ അല്ലാത്ത ആരും ഇല്ലയെന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ ടാബ്ലറ്റ്സ് ഗുളിക കഴിക്കാത്ത ആരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ഏരിയയിലും എന്നെ വിളിക്കുന്ന മക്കളെ വെച്ചുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആയാലും എന്തുമാത്രം ഗുളികയാണ് ഒരു ദിവസം ഞാൻ കഴിച്ചു കൂട്ടണത്. വിഷമം തന്നെ വിഷമം. പക്ഷേ കർത്താവേ, ഞാനിത് കുടിക്കാതെ കടന്നു പോകില്ല എങ്കിൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുക. എന്നിട്ട് യാത്ര തുടരുകയാണ്. കർത്താവേ, ഇത് അവസാനിച്ചു എന്നാണ് തോന്നുന്നതെങ്കിൽ നീ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. ആ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ എൻ്റെ കുട്ടിയോട് മിക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 8-ാം തിരുവാക്യം പറയുക, എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും,
ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തിത്തരികയും ചെയ്യുന്നത് വരെ കർത്താവിൻ്റെ രോഷം ഞാൻ സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയിട്ടുണ്ട്. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. അവിടുന്ന് എന്നെ കഴുകട്ടെ. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ശത്രുക്കളെ, ആരാ നമ്മുടെ ശത്രു? സാത്താൻ. നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് എനിക്ക് നീതി നടത്തി തരികയും എനിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം സഹിക്കുക. എന്താ വെച്ചാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ആരെ മക്കളെ പാപം ചെയ്യാത്തത്? എൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമായിട്ടായിരിക്കും കർത്താവ് എന്നെ ഇപ്പോൾ കഴുകുന്നത്. കഴുകട്ടെ. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വരും. അവിടുത്തെ രക്ഷ ഞാൻ ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇതിങ്ങനെ ആവർത്തിച്ച് പറയേ. രണ്ടാമത്തെ ഒരു കാര്യം പറയാണ്, അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അവിടുന്ന് എൻ്റെ പാപങ്ങൾ അവിടുത്തെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ നാശത്തിൻ്റെ കുഴിയിലേക്ക് വീണു പോയില്ല. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് ഈ വേദന സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവമേ, ഈ അനേകരുടെ സഹനത്തിലേക്ക് ഞാൻ ഈ വേദന കാഴ്ചവെക്കുന്നു. എൻ്റെ മക്കളുടെ നന്മകളിലേക്ക് ഞാൻ എൻ്റെ ഈ വേദന കാഴ്ചവെക്കുന്നു. അവർക്ക് പരിശുദ്ധാത്മാവെന്നറിയാൻ, അവർ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നിൽക്കാൻ ഈ വേദന ഞാൻ കാഴ്ചവെക്കുന്നു. അങ്ങനെ പറയുക എൻ്റെ മക്കൾ. എന്നിട്ട് നിങ്ങൾ പ്രത്യാശ വയ്ക്കുക. മിക്ക 7:7 പറയുക, എന്നാൽ ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്ക്, വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.